കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രഥമം പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ വിതരണം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി അധ്യാപകർക്ക് CPR അടക്കമുള്ള പ്രഥമ ശുശ്രൂഷ പരിശീലനങ്ങളും നൽകി. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VS അജിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൈ വെച്ചിട്ട് ഒന്ന് റിക്സ് നോക്കും. റിക്സിൻ്റെ കുപ്പിൻ്റെ നടുക്ക് വെച്ചിട്ട് അങ്ങോട്ട് ഒന്ന് മുകളിലേക്ക് കേട്ടോ. നിങ്ങളുടെ ശരിക്കും മുകൾ കൊണ്ട് വയ്ക്കുക. കുറയ്ക്കുക നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. കാല് വെച്ചിട്ടേ ഇല്ലേ ഉണ്ടോ? ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ തൊണ്ടയെ കുടുങ്ങിയ സാധനം പൊട്ടിയിട്ടാണ്. അടിയന്തര ഘട്ടങ്ങളിൽ പ്രഥമ ശുശ്രൂഷകൾ നൽകാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ ലക്ഷ്യമിട്ട് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രഥമം. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണവും പരിശീലനവും നൽകുന്നതിനോടൊപ്പമാണ് 40ഓളം UP LP വിഭാഗം സ്കൂളുകൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും വിതരണം ചെയ്തത്. മാത്രയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പ്രഥമ ശുശ്രൂഷ പരിശീലനത്തിന് ഒളവണ്ണ ഹെൽത്ത് സൂപ്പർവൈസർ HS പത്മനാഭൻ നേതൃത്വം നൽകി. ഈ കിറ്റ് വിതരണത്തോടനുബന്ധിച്ച് നല്ലൊരു ക്ലാസ് അതിനെക്കുറിച്ചുള്ള ഒരു പരിശീലന ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചു. HS ആണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം ഇങ്ങനെയുള്ള കിറ്റുകൾ നമ്മുടെ വീടുകളിലായാലും പിന്നെ സ്ഥാപനങ്ങളിലായാലും ഒക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു മുറിവോ എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ പെട്ടെന്ന് തന്നെ പ്രഥമ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരുവിധം ആ രോഗം മുറിവുകളൊക്കെ ഉണക്കാൻ വേണ്ടി പെട്ടെന്നുള്ള ചികിത്സ നടത്താൻ വേണ്ടിയാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം ചെയ്യുന്നത്. എന്തായാലും ഈ കിറ്റ് നിങ്ങൾക്ക് സ്കൂളുകളിലെല്ലാം സമയാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അസുഖം വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താനും അത് സാങ്കേതികമായി സൂക്ഷിക്കാനുള്ള ഒരു ഇത് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രഥമ ഈ പരിപാടി ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഈ വർഷത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മെഡിക്കൽ ഓഫീസർ സിന്ധുകല ക്ലാസ് എടുത്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K തങ്കമണി, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുലീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളൊക്കെ വളരെ സമർത്ഥരാണ്. ഇപ്പോൾ പത്രങ്ങളിലൊക്കെ നമുക്ക് വാർത്ത കേൾക്കാം, വിദ്യാർത്ഥികൾ രക്ഷപ്പെടുത്തിയ മനുഷ്യന്മാരുടെ വാർത്തകൾ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് ചെങ്ങന്നൂരിലെ 2 ആൺപിള്ളേര് ഇങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരാൾക്ക് പെട്ടെന്ന് തലകറങ്ങി വീണിട്ട് ആ കുട്ടികൾ CPR കൊടുക്കുകയാണ്. അപ്പൊ അവരോട് പത്രക്കാർ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, എനിക്ക് എൻ്റെ സ്കൂളിലെ അധ്യാപകൻ കാണിച്ചു തന്നതാണ് എന്നതാണ്. അപ്പൊ അതൊരു വലിയ കാര്യമാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും എടുക്കലില്ല, പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ വേവലാതിപ്പെടുന്ന അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്, രക്ഷിതാക്കളൊക്കെ ഉണ്ട്. ഇന്നാണെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് പരിശീലനമൊന്നും ഇല്ലെങ്കിലും യൂട്യൂബിൽ നോക്കിയാലല്ലേ നമുക്ക് എല്ലാം ലഭ്യമാവുന്നത്. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവർക്കെല്ലാം യൂട്യൂബൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ AIയോടൊക്കെ ചോദിച്ചിട്ട് വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന കുട്ടികളാണ്, മനസ്സിലാക്കി വെക്കുന്ന കുട്ടികളാണ്. പക്ഷെ എന്നാലും എല്ലാ വിദ്യാലയത്തിലും ഇത് ഉണ്ടാവണം എന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു നിശ്ചയദാർഢ്യമാണ് ഞങ്ങൾ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചുമതലകൾ വളരെ കുറവാണ്. നമുക്ക് പഞ്ചായത്തുകൾ ചെയ്യുന്നത് പോലെയുള്ള ചുമതലകളില്ല. LP UP സ്കൂളുകളാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് വിട്ടുകിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിന് വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ അനിവാര്യമായി മറ്റൊന്നും ചെയ്യാനില്ലാത്തൊരു സാഹചര്യമാണ്. എങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് മിക്ക പരിപാടികളിലും ആലോചിക്കുന്നു. ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ 2 പഞ്ചായത്തിലുള്ള സ്കൂളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ആലോചനയിൽ നിന്നാണ് നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് തന്നെ ആവട്ടെ ആദ്യത്തെ പ്രഥമമായ നമ്മുടെ ഒരു ഉത്തരവാദിത്ത നിർവഹണം എന്ന ധാരണയുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്.